സന്നിധാനത്തേക്കുള്ള കാനന പാതകളിൽ ഒന്നാണ് പുല്ലുമേട്. സത്രം മുതൽ പുല്ലുമേട് വരെ 12 കിലോമീറ്റർ ദൂരമാണുള്ളതെങ്കിലും ഈ യാത്ര ജീവിതത്തിൽ മറക്കാനാകാത്ത ഒന്നാണ്. സത്രത്തിൽ നിന്നുള്ള പുല്ലുമേട് പാത രാവിലെ 7-ന് തുറക്കും. ഉച്ചയ്ക്ക് 2 വരെ അയ്യപ്പന്മാരെ കടത്തിവിടും. കരടിയും കാട്ടുപോത്തും കാട്ടാനയും ഏറെയുള്ള നിബിഡ വനം. ഒരു മലഞ്ചെരിവ് പിന്നിടുമ്പോഴേക്കും കാട്ടരുവികളും മുളങ്കൂട്ടങ്ങളും. പുല്ലു മാത്രം മുളയ്ക്കുന്ന മൊട്ടക്കുന്നുകൾ, വൻ ഗർത്തങ്ങൾ നിറഞ്ഞ മലയിടുക്കുകൾ. വണ്ടിപ്പെരിയാറിൽ നിന്ന് 14 കിലോമീറ്റർ അകലെ അഴുത ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ സീതക്കുളം മലയുടെ താഴ്വരയിലാണ് സത്രം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ദർശിച്ച ശേഷമാണ് തീർത്ഥാടകർ മല കയറുന്നത്. പോലീസ് എയ്ഡ് പോസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത ശേഷം വനത്തിലേക്ക് പ്രവേശിക്കാം. സത്രത്തിൽ നിന്ന് സന്നിധാനം വരെ 12 കിലോമീറ്ററാണ് ദൂരം. കുത്തനെയുള്ള കയറ്റങ്ങളും കുത്തനെയുള്ള ഇറക്കങ്ങളും നിറഞ്ഞ കാട്ടുവഴി, വിശാലമായ പുൽമേടുകൾ, ഇടയ്ക്കിടെ എത്തുന്ന കാട്ടാനക്കൂട്ടങ്ങൾ. മനോഹര കാഴ്ചകളാണ് യാത്രയിലുടനീളം. വഴികളിൽ വേറെ അസൗകര്യങ്ങളൊന്നുമില്ല. കുടിവെള്ളത്തിനുള്ള സംവിധാനം ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പുല്ലുമേട്ടിൽ അവിടെ ആഹാരത്തിനുള്ള അതെല്ലാം ഉണ്ട്. ഇന്നലെ രാത്രിയിൽ ആനയെല്ലാം ഈ റൂട്ടിൽ നമ്മൾ വന്ന വഴികളിലെല്ലാം നടന്നിട്ടുണ്ട്. അത് കാണാം. അതാണ് ഇപ്പം കണ്ടിരിക്കുന്നത്. വേറെ മൃഗങ്ങളെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. രാത്രി അതുപോലെ 2 മണി കഴിഞ്ഞ് ഇവിടുന്ന് കയറ്റി വിടുന്നില്ല. അത് നല്ല കാര്യങ്ങളാണ്. ഒരു 3-4 സ്ഥലങ്ങളിലായിട്ട് ആന നിന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. സത്രത്തിൽ നിന്ന് 6 കിലോമീറ്റർ കഴിഞ്ഞാൽ ഉപ്പുപാറയായി. അവിടെ വഴി 2ആയി പിരിയുന്നു. തണ്ണിത്തൊട്ടി ചെക്ക് ഡാമിന്റെ കരയിലൂടെ സന്നിധാനത്തേക്കുള്ള പാത. ഇടയ്ക്കിടെ അയ്യപ്പന്മാരുടെ ശരണം വിളികൾ. ഇടതൂർന്ന വൻമരങ്ങൾ വളർന്നു നിൽക്കുന്ന കൊടും കാട്, കാട്ടുപോത്തിന്റെയും ആനക്കൂട്ടങ്ങളുടെയും കാലടികൾ, പേരറിയാത്ത മൃഗങ്ങളുടെയും പക്ഷികളുടെയും കരച്ചിൽ എല്ലാം കേട്ട് കാടിനെ അറിഞ്ഞ് യാത്ര തുടരുന്നു. സുഖയാത്രയായിരുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അതിന് മുമ്പ് ആഗ്രഹിച്ചില്ല. അപ്പം എൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞു പറഞ്ഞ്, അമ്മ നമ്മൾ നടന്നു പോവേണം, അമ്മ വരുന്നെങ്കിൽ വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ. അയ്യപ്പൻ ആരോഗ്യം തന്ന് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വരും. സന്നിധാനത്തോട് അടുക്കും തോറും ശരണം വിളിയുടെ ശബ്ദവും കൂടുന്നു. പാണ്ടിത്താവളത്തിലൂടെ നേരെ 18-ാം പടിയിലേക്ക്. പുല്ലുമേട് വഴി വരുന്ന തീർത്ഥാടകരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ന്യൂസ് മലയാളം, സന്നിധാനം.